ദീനിലേക്ക് കടന്നുകൂടുമ്പോൾ അതിനെ തഹരീഫുൽ ഗാലീൻ, അതിനെ തുടച്ചു മാറ്റാൻ വേണ്ടി മുജദ്ദിദുകൾ കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല മൻ യുജദ്ദിദു ലിൽ ഉമ്മത്തി അംറ ദീനിഹാ. അങ്ങനെ മുജദ്ദിദീങ്ങളിൽ മഹാനായ സൈനുൽ ഉലമ പറയുമായിരുന്നു, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്ത് കേരളീയ സമൂഹത്തിൽ ഓരോരോ നാട്ടിലേക്ക് അള്ളാഹു മുജദ്ദിദീങ്ങളെ നിയോഗിക്കുമെങ്കിൽ കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ മുജദ്ദിദാണ് മഹാനായ മർഹൂം ശംസുൽ ഉലമ എന്ന് മഹാനായ സൈനുൽ ഉലമ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ഓർക്കുന്നു. ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെ വന്നൊരു മുജദ്ദിദായിരുന്നു. എന്നാൽ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ലോകത്തേക്ക് വന്ന 2 മുജദ്ദിദുമാരുണ്ടെന്ന് ചരിത്ര പണ്ഡിതന്മാർ ഏകോപിക്കുന്നു. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ വന്ന, ഹിജ്റയുടെ 6-ാമത്തെ നൂറ്റാണ്ടിൽ കടന്നു വന്ന 2 മുജദ്ദിദുമാരാണ്. ഒന്ന് നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിയും അവരുടെ ശിഷ്യനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയും. ഇവർ രണ്ടുപേരും 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദുമാരെന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം കുരിശിയോദ്ധാക്കൾ എന്നറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സയെ പിടിച്ചു വെക്കാനും അവിടുത്തെ മുസ്ലിമീങ്ങളെ കശാഫ് ചെയ്യാനും കടന്നു വന്ന റോമൻ യൂറോപ്യൻ സൈന്യത്തെ തുരത്തി ഓടിച്ച ചരിത്രത്തിൽ അവസാനം ഏറ്റവും വലിയ പ്രൗഢമായ വിജയമുണ്ടായ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിയും അവരുടെ ശിഷ്യനാണ് ലോകപ്രസിദ്ധനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിമാ. ഈ പരിശുദ്ധമായ റബീഉൽ ആഖിർ ഇതുപോലെ ഒരു മാസത്തിലാണ് അഖ്സയെ ഈ 2 മുജദ്ദിദുമാർ മോചിപ്പിച്ചത് എന്ന പരമമായ സത്യമാണ് നമ്മൾ ഇവിടെ അയവിറക്കുന്നത്. അതിനു മുമ്പ് അഖ്സയുടെ മോചനത്തിന് വന്ന, അഖ്സയെ പിടിച്ചടക്കാൻ കടന്നു വന്ന ശത്രുക്കളെ തുരത്തിയോടിച്ച, ഏറ്റവും പ്രഗത്ഭരായ ധീരത കാണിച്ച, ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അനൽപമായ ഈമാനിക പ്രഭയിൽ ഈ ഉമ്മത്തിനെ നയിച്ച ഏതാനും നേതാക്കന്മാരെ കൂടെ നമുക്കറിയണം. അതിലാദ്യം പറയേണ്ടത് നബിയുടെ സ്വഹാബിയായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സൈഫുല്ലാഹി ഖാലിദ് ഇബ്നുൽ വലീദ് മഹാനവറുടെ കാലം, ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ കാലം മഅറക്കത്തുൽ ഫറാൽ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നു. കുഫറിന്റെ സൈന്യം പേർഷ്യക്കാരും റോമക്കാരും അറബികളായിരുന്ന ക്രിസ്ത്യാനികളും മുഴുവനും മഹാനവറുകൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ അഖ്സയെ പിടിച്ചടക്കാൻ വേണ്ടി ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങിയ യുദ്ധമാണ് മഅറക്കത്തുൽ ഫറാൽ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പടപൊരുതാനെന്ന് വന്ന സൈന്യം 1,50,000. ആ 1,50,000-ൽ 1,00,000 പേരെ തുരത്തിയോടിച്ച മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശേഷിച്ച 50,000 ആളുകളെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്ത ആദ്യത്തെ പടയോട്ടം അവിടെ കാഴ്ചവെച്ചത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാമത്തേത് ഖാലിദ് ബിൻ വലീദ് തങ്ങളുടേത് തന്നെ. കുരിശി യോദ്ധാക്കളായി കടന്നു വന്ന യൗമുൽ മൗഖിഅ എന്നറിയപ്പെടുന്ന ഒരു യുദ്ധം, അത് റജബ് 15-നാണ് നടക്കുന്നത്. ഹിജ്റ വർഷം 14-ന് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് തങ്ങളോടൊപ്പം. 4 പ്രഗൽഭരായ സ്വഹാബിമാർ. ഒന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസന, മറ്റൊന്ന് അംർ ഇബ്നുൽ ആസ്, മറ്റൊന്ന് ഖാലിദ് ബിൻ വലീദ്, മറ്റൊന്ന് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹും. ഡമസ്കസിൽ വെച്ച് നടന്ന യുദ്ധമാണത്, മഅറക്കത്തുൽ മൗഖിഅ. 4 മാസത്തോളം ശത്രു സൈന്യത്തെ ക്യാമ്പ് ചെയ്ത് അവർക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി ഇസ്ലാമിക സൈന്യം ഏറ്റവും വലിയ വിജയം കൊയ്ത മഅറക്കത്തുൽ മൗഖിഅ, പരിശുദ്ധമായ അഖ്സയെ പിടിച്ചടക്കാൻ വന്ന സൈന്യത്തിനെതിരെ 4 സ്വഹാബിമാരുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് എന്നവരെ കുറിച്ച് വളരെ മനോഹരമായ ഒരു വാക്ക് പറഞ്ഞു. വല്ലാഹി ലഉദ്ഹിബന്ന വസാവിസർ റൂം ബിസൈഫി ഖാലിദ്.
റോമക്കാരന്റെ വസ്വാസ് മുഴുവനും ഖാലിദ് ബിൻ വലീദിന്റെ വാളുകൊണ്ട് നീക്കപ്പെടും എന്ന് പറയുമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്ക് റോമക്കാർ പേടിച്ചോടിയത് ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ കാലത്ത് ഒരു യുദ്ധമല്ല, രണ്ടല്ല, മൂന്നല്ല, അവസാനം യർമൂക്ക് യുദ്ധം നടക്കുമ്പോഴാണ് ഷാമിൽ നിന്ന് റോമൻ സൈന്യത്തെ എന്നേക്കുമായി തുരത്തിയോടിച്ചത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു റോമക്കാർക്കെതിരെ നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമാണ് യർമൂക്ക്. റോമക്കാർ അഖ്സ പിടിച്ചടക്കാൻ വരികയും അവിടെ പരിശുദ്ധരായ മുസ്ലിം സഹോദര സഹോദരിമാർക്കെതിരെ അടിഞ്ഞാടുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തപ്പോഴാണ് ബദരീങ്ങളായ 100 സ്വഹാബിമാർ പങ്കെടുത്ത യുദ്ധമാണ് യർമൂക്ക്. ബദരീങ്ങളായ 100ഓളം സ്വഹാബിമാർ. ബദരീങ്ങൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് ബദർ സന്ദർശിച്ചു. ശുഹദാക്കളുടെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. لعل الله اطلع الى اهل بدر فقال يعملوا ما شئتم فاني غفرت لكم. ബദരീങ്ങളോടാണ് അല്ലാഹു പറഞ്ഞത്, ബദരീങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിൽ ഇറങ്ങിയവരല്ലേ, വേണ്ടത് ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ആ ബദരീങ്ങളിൽ 100 സ്വഹാബിമാർ ഖാലിദ് ബിൻ വലീദ് തങ്ങളോടൊപ്പം യർമൂക്ക് യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്, അത്തഫിറൂന അനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് ഓടി മറയാൻ കഴിയില്ലല്ലോ, നമുക്ക് ധീരമായി മുന്നേറാം. ലക്ഷക്കണക്കിന് വരുന്ന ശത്രു സൈന്യം, 1,20,000 വരുന്ന റോമൻ സൈന്യത്തോട് മഹാനായ സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു ചെറു സംഘത്തെ കൊണ്ടാണ് പോരാടിയത്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവർ പറഞ്ഞു, യാ നസ്റല്ലാഹി ഇഖ്തരിബ്, യാ നസ്റല്ലാഹി ഇഖ്തരിബ്, യാ നസ്റല്ലാഹി ഇഖ്തരിബ്, അല്ലാഹുവിന്റെ സഹായമേ നീ വാ, അല്ലാഹുവിന്റെ സഹായമേ നീ വാ, റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം എന്ന് അവിടെ വിളിച്ചു ചോദിച്ച് പ്രാർത്ഥന ചെയ്ത പരിശുദ്ധമായ യർമൂക്ക് ഷാമിൽ നിന്ന്. ഷാം എന്ന് പറയുമ്പോൾ ഷാം ഫലസ്തീനും ഇന്നത്തെ ലെബനോനും സിറിയയും ജോർഡാനും അടങ്ങുന്ന പരിശുദ്ധമായ പ്രദേശങ്ങളാണ്. ഹിറക്കിൽ രാജാവ്, അയാളുടെ അനുജൻ വധിക്കപ്പെടുന്ന യുദ്ധമായിരുന്നു റോമക്കാർക്കെതിരെ നടന്ന യർമൂക്ക് യുദ്ധം. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷം മസ്ലമ ഇബ്നു അബ്ദുൽ മലിക് ഖുദ്സിനെ മോചിപ്പിക്കാൻ വന്ന, അഖ്സയെ മോചിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ച മറ്റൊരു മഹാനേതാവ്, ചരിത്രം കണ്ട മുസ്ലിം ഉമ്മത്തിൽ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി, അൽ ജറാദ, വെട്ടുകിളിയാണ് എന്നറിയപ്പെടുമായിരുന്ന മസ്ലമ ഇബ്നു അബ്ദുൽ മലിക്. അമവി കുടുംബത്തിൽ വന്ന ആൾ. തന്റെ ജ്യേഷ്ഠാനുജന്മാർ ഖലീഫമാരായി അവരോധിക്കപ്പെട്ടപ്പോൾ ഖിലാഫത്തിന് ഏറ്റവും കൂടുതൽ അർഹതയുണ്ടായിരുന്ന ആളായിരുന്നു മസ്ലമ എന്ന് ചരിത്ര പണ്ഡിതൻ ഇമാം ദഹബി തന്നെ പറയുന്നുണ്ട്. ഹാഫിദ് ദഹബി, മസ്ലമ ഇബ്നു അബ്ദുൽ മലിക് കാന ഔലാ ബിൽ ഖിലാഫത്തി മിൻ ഇഖ്വതിഹി. ആ മസ്ലമ ഇബ്നു അബ്ദുൽ മലിക്, അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ അബ്ദുല്ലാഹിൽ ബത്വാൽ എന്ന് പറയുന്ന ധീരനായ ഒരു പോരാളിയുണ്ട്. ആ പോരാളിയെ റോമക്കാർ പേടിച്ച് അവരുടെ മക്കളെങ്ങാനും ഉറങ്ങാൻ മടി കാണിക്കുകയാണെങ്കിൽ നിന്നെ ബത്താലിന് പിടികൊടുക്കുമെന്ന് ഉമ്മമാർ മക്കളെ പേടിപ്പിക്കുമായിരുന്നത്രേ. അത്രയും ധീരമായ ഒരു സൈന്യവുമായി മഹാനായ മസ്ലമ ഇബ്നു അബ്ദുൽ മലിക് മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. അതിനുശേഷം ലോകത്തിന് മറക്കാൻ കഴിയാത്ത മഹാനായ ഹാറൂനുർ റഷീദിനെ നമ്മൾ ഓർക്കണം. ഹാറൂൻ റഷീദ് പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. കരയുന്ന ആളാണ്. വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുമ്പോൾ കരയുമായിരുന്നു. രാത്രികാലങ്ങളിൽ മിനിമം 100 റക്അത്ത് സുന്നത്തായി തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ആളായിരുന്നു ഹാറൂനുർ റഷീദ്. ചില ആളുകളൊക്കെ അദ്ദേഹം കള്ളുകുടിയനായിരുന്നു പറയാറുണ്ട്. ചരിത്രത്തിൽ കാണാം, കാന യശ്റബു നബീദ തംറ, കാരക്ക കൊണ്ടുണ്ടാക്കുന്ന വീഞ്ഞ് അദ്ദേഹം കുടിക്കുമായിരുന്നു എന്ന് കാണാം. കാരണം അദ്ദേഹം അന്ന് ഫോളോ ചെയ്തത് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബായിരുന്നു. അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ അബൂ യൂസുഫുൽ ഖാദിയാൻ. അബൂ യൂസുഫുൽ ഖാദി മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ പ്രഗത്ഭനായ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം അത് ജായിസാണെന്ന ഫത്വ കൊടുത്ത ആളാണ്. അതിന്റെ പേരിൽ അദ്ദേഹം അത് കഴിച്ചിരുന്നു എന്നല്ലാതെ അദ്ദേഹം മദ്യപാനം അള്ളാഹു ഹറാമാക്കിയത് ചെയ്ത ആളായിരുന്നില്ല ഹാറൂനുർ റഷീദ്. അദ്ദേഹം കാനൽ ഖലീഫ ബക്കാഅൻ, അദ്ദേഹം ഒരുപാട് കരയുന്ന ആളായിരുന്നു. മുസ്ലിമീങ്ങളായ ആളുകളെ ബന്ദികളായി റോമൻ സൈന്യം പിടിച്ചപ്പോ അഖ്സയുടെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ മുസ്ലിമീങ്ങളെ ഹിജ്റ 181 ഹിജ്റ വർഷം